ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സത്. അപ്പം ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഖരീഫ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ റിവ്യൂവിനെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു ഓണം നാളുകളിൽ മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണല്ലോ ഖരീഫ എന്ന് പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ട് എത്തുന്ന ചിത്രം. മലയാളത്തിന് ആദ്യം 100 കോടി സമ്മാനിച്ച വൈശാഖിന്റെ ഡയറക്ഷനിൽ എത്തുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ചിത്രത്തിൽ കമിയോ റോളി ലാലേട്ടൻ കൂടി എത്തിയപ്പോൾ ചിത്രത്തിന്റെ ഹൈപ്പ് ഒന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിനെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നാണ് നിർമ്മാതാക്കളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞ പൃഥ്വിരാജ് ദയവായി ഒരു ആക്ഷൻ സിനിമ കാണാൻ പ്രതീക്ഷിച്ച് തിയേറ്ററിലോട്ട് കയറരുതെന്നാണ് പറയുന്നത്. ആക്ഷൻ സീക്വൻസുകളുണ്ട്, പക്ഷേ ഖരീഫ വളരെയധികം സ്റ്റണ്ട് രംഗങ്ങളുള്ള ഒരു മുഴുനീള ആക്ഷൻ എന്റർടൈനറല്ല. കുടുംബ വികാരങ്ങളിൽ നങ്കൂരമിട്ട നാടകമാണ് ഈ ഒരു സിനിമ അടിസ്ഥാനമായിട്ട് പറയുന്നതെന്നാണ്. എന്തൊക്കെയാണ് ഖരീഫ ഒരു വിനോദ പാക്കേജ് ആയിട്ട് മാറുമെന്ന് തന്നെയാണ് പൃഥ്വിരാജും പ്രതീക്ഷിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഓണം നാളുകളിൽ തിയേറ്ററിൽ എത്തുന്ന സിനിമാ പ്രേമികൾക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഫാമിലി എന്റർടൈനർ കൂടിയാണ് ഖരീഫ എന്നാണ് ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിൽ ലാലേട്ടൻ്റെ റോളിനെ കുറിച്ചും പറയുന്നുണ്ട്. മുത്തച്ഛനായിട്ടുള്ള മാമ്പറയ്ക്ക് അഹമ്മദ് അലി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ചിത്രത്തിൽ മോഹൻലാലും എത്തുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുനിന്ന് ടീസറിനും ട്രെയിലറിനും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയപ്പോൾ റിവ്യൂ റിപ്പോർട്ട് മികച്ചതാകുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് റെക്കോർഡ് കളക്ഷനും സ്വന്തമാക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് നാളെ ഖരീഫ എന്ന് പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.